അതെ, ഈ ഒരു ഐറ്റം നിങ്ങൾ ഒരു തവണ ഉണ്ടാക്കി നോക്കിയാൽ മതി. പിന്നെ ഈ മാങ്ങാക്കാലം തീരോളം ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കും കേട്ടോ. അത്ര അടിപൊളി ടേസ്റ്റിലുള്ള ഒരു കിടിലൻ റെസിപ്പിയാണ്. ഇപ്പൊ തന്നെ സേവ് ചെയ്ത് വെക്കാൻ മറക്കണ്ട. അപ്പൊ ഇതിനായിട്ട് നമുക്ക് നല്ല പച്ചമാങ്ങ വേണം. ഞാനിവിടെ 4 മാങ്ങയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതിന്റെ തൊലിയൊന്നും ചെത്തേണ്ട ആവശ്യമില്ല. ഒരല്പം കനത്തിൽ ഇതുപോലെ അങ്ങ് അരിഞ്ഞെടുത്താൽ മതി. ഇനി നമുക്ക് ചൂടായ ഒരു പാനിലേക്ക് ഏകദേശം 1/4 കപ്പ് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ മിസ്റ്റർ ഗോൾഡിന്റെ 100% ചക്കിലാട്ടിയ നല്ലെണ്ണയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇതിന് നല്ല സ്മെല്ലും നല്ലൊരു ടേസ്റ്റുമാണ് കേട്ടോ. ഇനി ഇതിലേക്ക് ഏകദേശം 15 വറ്റൽമുളകും 2 തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. രണ്ടും കൂടെ നല്ലപോലെ വറുത്തെടുക്കുക. ചൂടാറിയ ശേഷം പൊടിച്ചെടുക്കാം. ഇനി ഇതേ നല്ലെണ്ണയിൽ തന്നെ നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമാങ്ങയും ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കണം. മാങ്ങ ഉടഞ്ഞു വരുന്ന ഈ ഒരു സമയത്ത് നമുക്ക് കോരി മാറ്റാം. ഇനി വേറൊരു കടായിൽ അല്പം നല്ലെണ്ണ ചൂടാക്കി എടുക്കാം. ഇതിൽ കടുകും ഉലുവയും കൂടെ ചേർത്തൊന്ന് പൊട്ടിച്ചെടുക്കണം. ഇനി തീ ഓഫ് ചെയ്ത ശേഷം 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് ശർക്കര ഉരുക്കിയത് ചേർത്ത് കൊടുക്കാം. തീ വീണ്ടും കത്തിച്ചു കൊടുക്കുക. നേരത്തെ വറുത്ത് പൊടിച്ചിട്ടുള്ള മുളകിന്റെ കൂട്ട് ചേർത്ത് കൊടുക്കാം. നല്ലപോലെ ഒന്ന് കുറുകി വരുന്ന സമയത്ത് 3 ടേബിൾ സ്പൂൺ വിനാഗിരി ചേർത്ത് കൊടുക്കാം. ഒന്നുകൂടെ ഒന്ന് തിളപ്പിച്ചെടുത്ത ശേഷം തീ ഓഫ് ചെയ്യാം. ഇനി ഇത് നല്ലപോലെ ചൂടാറിയ ശേഷം നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന മാങ്ങയും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഒരു 2 ദിവസം കഴിഞ്ഞിട്ട് കഴിച്ചു നോക്കണം കേട്ടോ. അടിപൊളി ടേസ്റ്റ് ആണ്. മസ്റ്റ് ട്രൈ ആയിട്ടാണ്. അപ്പൊ വീഡിയോ ഇപ്പൊ തന്നെ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കണേ. താങ്ക്